إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നാനാഭാഗത്തു നിന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ ഉള്ള പല കാര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് നമ്മുടെ ശത്രുക്കൾ. യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാൻ ധാരാളം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ ക്ഷണിക്കുന്നതാകട്ടെ ശിർക്കിലേക്കും അതുപോലെ തന്നെ ബിദ്അത്തിലേക്കും മറ്റുമാണ്. ഇങ്ങനെ ഓരോ മുസീബത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കാണുകയാണ്, അത് അനുഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഭയവും എല്ലായെങ്കിൽ സങ്കടവും വന്നേക്കാം. യഥാർത്ഥ ഇസ്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അതിനെ ഇസ്ലാമിനെ കരിവാരി തേച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച ചിലർ കാരണം ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഭയമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിന് സമാധാനമേകുന്ന കാര്യമാണ് നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രം അത് മനസ്സിലാക്കുക എന്നുള്ളത്. അവരുടെ ജീവചരിത്രം അത് കേൾക്കുക എന്നുള്ളത്, അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നുമല്ല എന്ന് നമുക്ക് തോന്നും. വളരെ നിസ്സാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖബ്ബാബ് ബിൻ അൽ-അറത്ത് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലെങ്കിൽ ശകൗന ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിദുൻ ബുർദത്തുൻ ലഹു ഫീ ദില്ലിൽ കഅബ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റസൂലിനോട് പറഞ്ഞു. ഖുൽനാ ലഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖബ്ബാബ് ബിൻ അൽ-അറത്ത് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ അല്ലാഹ ലനാ. റസൂലേ, നമുക്ക് വേണ്ടി അല്ലാഹുവോട് താങ്കൾ ദുആ ചെയ്യുന്നില്ലേ? നമുക്ക് വേണ്ടി സഹായാഭ്യർത്ഥന അല്ലാഹുവോട് റസൂലേ അങ്ങ് പറയുന്നില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ്? കാന റജുലു ഫീമൻ ഖബ്ലകും യുഹ്ബറൂന ലഹു ഫിൽ അർദ്. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചില ആളുകൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ? അവർക്ക് വേണ്ടി ഒരു കിടങ്ങിങ്ങനെ കുഴിക്കും, ഒരു കുഴി ഇങ്ങനെ കുഴിക്കും. ഫയുജഅലു ഫീഹി, എന്നിട്ട് അതിലേക്ക് അവരെ ഇടും, അഥവാ കുഴിയിലേക്ക് അവരെ ഇറക്കും. ഫയുജാഉ ബിൽ മിൻശാരി ഫയൂളഉ അലാ റഅസിഹി, എന്നിട്ട് അവരുടെ തലയിൽ വലിയ ഈർച്ചവാൾ കൊണ്ടുവന്ന് വെക്കും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച പ്രയാസമാണിത്. വലിയ ഈർച്ചവാൾ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ തലമുകളിൽ അത് വെക്കും. എന്നിട്ട് അവരെ
രണ്ട് തുണ്ടമാക്കി മാറ്റിക്കളയുമായിരുന്നു മുൻഗാമികളായ സഹാബിമാരെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ശത്രുക്കൾ ചെയ്തിരുന്ന കാര്യമായിരുന്നു അത്. ഈർച്ചവാൾ ഉപയോഗിച്ച് രണ്ടായി പിളർത്തുമായിരുന്നു. എന്നിരുന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ചാലും അവരെ ഒരാളെയും തന്നെ ഇസ്ലാം എന്ന ഈ ദീനിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞിരുന്നില്ല. അവർ അങ്ങേയറ്റത്തെ സ്ഥിരതയോടുകൂടി ഇസ്ലാം എന്ന ദീനിൽ അവർ ഉറച്ചു നിന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ഈമാനിന് വർധനവുണ്ടാക്കും. ഇങ്ങനെ നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ മുൻഗാമികൾ, സഹാബിമാർ, അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എളുപ്പത്തിൽ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം പ്രബോധനം ചെയ്യുന്നത് വർദ്ധിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും മനക്ലേശവും അവിടുന്ന് അനുഭവിച്ചിരുന്നു. മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ അവിടെ നിന്നും പല പ്രയാസങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിക്കൊണ്ടേയിരുന്നു. പലരും എതിർത്തെങ്കിലും അതുപോലെ തന്നെ പല നാടുകളും ഈ സത്യവെളിച്ചം സ്വീകരിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്നുവെങ്കിലും പല ആളുകളും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേയിരുന്നു. പല ഗോത്രങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അത് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ നാട്ടിലും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ആ നാട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ കൂടുതലായി പഠിപ്പിക്കാൻ വേണ്ടി പല സ്വഹാബിമാരെയും നിയോഗിക്കുമായിരുന്നു. അവർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല പാണ്ഡിത്യമുള്ള സഹാബിമാരെ ഓരോ നാട്ടിലേക്കും അയക്കുമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചില ആളുകൾ പറയുകയാണ്, റസൂലെ, നമ്മുടെ നാട്ടിലെ ചില ഗോത്രങ്ങൾ, ചില ആളുകൾ ഇസ്ലാമിനെ പറ്റി കൂടുതലായി അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മിലേക്ക് ചില സഹാബിമാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങ് നിയോഗിക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ചില സഹാബിമാർ, മറ്റു നാട്ടിലുണ്ടായിരുന്ന ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം പരിഗണിച്ചു. ചില സഹാബിമാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10ഓളം സഹാബിമാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് അയച്ചു. അമീറാക്കി അവിടെ നിശ്ചയിച്ചിരുന്നത് ആസിബ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. മാത്രമല്ല അതിന് കീഴിൽ, ആ സഹാബിയുടെ കീഴിൽ മർസദ് ഇബ്നു അബി മർസദ്, അതുപോലെ തന്നെ ഹുബൈബ് ഇബ്നു അദി, അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു ദസിന, അബ്ദുല്ലാഹ് ഇബ്നു താരിഖ് എന്നടങ്ങിയിരിക്കുന്ന സഹാബിമാരെയും കൂട്ടി അവർ ഇങ്ങനെ 10ഓളം സഹാബിമാരെയും കൂട്ടി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്രാമധ്യേ ഹുദൈൽ എന്ന ഗോത്രക്കാർ, അവരുടെ കീഴിലുള്ള ബനൂ ലിഹ്യാൻ എന്ന ചില ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പോകുന്ന വഴി മനസ്സിലാക്കുകയും അവരെ വകവരുത്തണമെന്നും തീരുമാനിക്കുകയാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ വെറും 10 ആളുകൾ മാത്രമാണുള്ളത്. അവർ യുദ്ധത്തിനു വേണ്ടി വന്ന ആളുകളല്ല, മറിച്ച് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, ഈ സത്യദീൻ അത് പഠിപ്പിക്കാൻ വേണ്ടി മറ്റു നാട്ടിലേക്ക് പോവുകയാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അതുപോലെയുള്ള കാര്യങ്ങളില്ല. എന്നാൽ ഇത് ശത്രുക്കൾ മനസ്സിലാക്കുകയും അവരെ വകവരുത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ബനൂ ലിഹ്യാൻ ഗോത്രക്കാർ അവർ വിളംബരം ചെയ്തു. എന്താണ്? മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം 10ഓളം സഹാബിമാർ, 10ഓളം ആളുകൾ അവർ വരുന്നുണ്ട്, നമുക്കവരെ കൊന്നുകളയണം, നമുക്കവരെ വകവരുത്തണമെന്ന് അവർ വിളംബരം ചെയ്തു. എന്താണ് സഹോദരങ്ങളെ ആ വിളംബരം ചെയ്തത് കൊണ്ടുണ്ടായത്? 200ഓളം വരുന്ന ആളുകൾ, 200ഓളം വരുന്ന ആളുകൾ, അതിൽ 100ഓളം ആളുകൾ പ്രഗത്ഭരായി അങ്ങേയറ്റം നന്നായി യുദ്ധം ചെയ്യുന്ന ആളുകൾ, മറ്റു 100 ആളുകൾ സാധാരണ ഭടന്മാർ. ഇങ്ങനെ 200ഓളം ആളുകളെ അവർ സജ്ജീകരിച്ചു. അവരുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ സഹാബിമാർ അവരുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വഴിയിൽ സഹാബിമാരെ ഇവർക്ക് കാണാൻ സാധിച്ചില്ല. അവർ അങ്ങനെ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ചില ഈത്തപ്പഴക്കുരു കാണുകയാണ്. ചില ഈത്തപ്പഴത്തിന്റെ കുരു ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഈ ശത്രുക്കൾ അവർ മനസ്സിലാക്കുകയാണ്, ഇത് മദീനയിൽ മാത്രം കണ്ടുവരുന്ന അജ്വ ഈത്തപ്പഴമാണ്. അപ്പോൾ ഈ സഹാബിമാർ ഈ വഴിയിലായിരിക്കും സഞ്ചരിച്ചത് എന്നുള്ള ആ ഒരു ബോധമുണ്ടായി. അവർ അങ്ങനെ അവരെ പിന്തുടർന്നു. എന്താണ് സഹോദരങ്ങൾ ഈ 10ഓളം വരുന്ന സഹാബിമാരുടെ അവസ്ഥ? ശത്രുക്കൾ അവരെ പിന്തുടരുന്നു എന്ന വാർത്ത ആ സഹാബിമാരിലേക്ക് എത്തി.
അവരിലേക്ക് ഈ വാർത്ത വന്നെത്തുകയാണ്. അങ്ങനെ അവർ പകലിലെ യാത്ര അത് ഉപേക്ഷിച്ചു, അത് ഒഴിവാക്കുകയുണ്ടായി. എന്നിട്ട് അവർ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുകയും രാത്രിയിൽ യാത്ര ചെയ്യാമെന്നവർ തീരുമാനിക്കുകയാണ് സഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്നാൽ ശത്രുക്കൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പല ആളുകളോടും സഹാബിമാരെ പറ്റി അന്വേഷിച്ചു. ഇങ്ങനെയുള്ള ആളുകളെ, മുഹമ്മദിന്റെ ആളുകളെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടിരുന്നു എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അവർ ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം ഇവർ സഹാബിമാരെ കണ്ടെത്തുകയാണ്. 10ഓളം വരുന്ന സഹാബിമാരെ 200ഓളം വരുന്ന ശത്രുക്കൾ അവർ കണ്ടെത്തുകയാണ്. ഇത് കണ്ട ഉടനെ സഹാബിമാർ ഒരു മലമുകളിൽ അഭയം പ്രാപിച്ചു. ഈ സമയത്ത് ശത്രുക്കളായിരുന്ന കുഫാറുകൾ അവർ സഹാബിമാരോടായി പറഞ്ഞു, ഇൻസിലു, നിങ്ങൾ ഇറങ്ങി വരിക. എന്നിട്ട് അവർ പറയുകയാണ്, വലകുമുൽ അഹ്ദു വൽ മീസാഖ് വലാ നഖ്തുലു മിൻകും അഹദാ. അവർ മുശ്രിക്കീങ്ങൾ, കുഫാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരോടായി പറഞ്ഞത്, നിങ്ങൾ നമ്മിലേക്ക് ഇറങ്ങി വരിക, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ പോലും നമ്മൾ കൊല്ലുകയില്ല, നമുക്ക് കരാറിൽ ഏർപ്പെടാമെന്ന് അവർ വഞ്ചനയുടെ വാക്ക് പറയുകയാണ്. അവർ സത്യസന്ധമായി പറഞ്ഞതല്ല, മറിച്ച് ഈ സഹാബിമാരെ കിട്ടിക്കഴിഞ്ഞാൽ 10 പേരെയും കൊല്ലാനുള്ള നിയത്തിലാണ് അവർ വന്നത്. നമുക്കറിയാം, അതിനുവേണ്ടിയാണ് അവർ പുറപ്പെട്ടത്. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബിമാർ ഇവരെ പറ്റി നന്നായി അറിയുന്ന ആളുകളാണ്. ഇവരെ വാക്ക് പാലിക്കാത്തവരാണ് എന്ന് ഇവർക്കറിയാം, ചതിക്കുമെന്ന് നന്നായി അറിയുന്നവരാണ് സഹാബിമാർ. അവർ അവരുടെ കൂട്ടത്തിലെ അമീറായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ താഴേക്ക് വരില്ല, ഒരു കാരണവശാലും നിങ്ങൾ വാക്കുപാലിക്കാത്ത ആളുകളാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകളാണ്, നിങ്ങൾ വഞ്ചിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ശത്രുക്കൾ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ്? എങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ റസൂലക സല്ലല്ലാഹു അലൈഹി വസല്ലം. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചത് അല്ലാഹുവോടാണ്. സഹോദരങ്ങളെ, നമുക്കിതിൽ വലിയ പാഠമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സഹാബിമാർ അവിടുന്ന് ദുആ ചെയ്തത് അല്ലാഹുവോട് മാത്രമാണ്, അവിടുന്ന് പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് മാത്രമാണ്. എന്റെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കാത്തത്? റസൂൽ പഠിപ്പിച്ച സഹാബിമാരാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞു കുട്ടിയായിരിക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്, അല്ലയോ എന്റെ കുഞ്ഞു മകനെ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. 14-13 വയസ്സുള്ള സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത വാക്ക് എന്താണ്? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായാഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ അത് അല്ലാഹുവോട് മാത്രം നടത്തുക. അങ്ങനെ വളർന്നു വന്ന സഹാബിമാരാണിത്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ റസൂലക, അല്ലാഹുവേ നമ്മുടെ റസൂലിനെ നിങ്ങൾ അറിയിക്കണമേ, നമ്മളിത് പ്രയാസത്തിലാണ് എന്ന്. അങ്ങനെ ശത്രുക്കൾ അമ്പെയ്തുകൊണ്ട് 7ഓളം സഹാബിമാരെ വധിക്കുകയുണ്ടായി റളിയല്ലാഹു അൻഹും. 7ഓളം സഹാബിമാരെ അവർ അമ്പെയ്തുകൊണ്ട് വധിക്കുകയുണ്ടായി. അവസാനം 3 സഹാബിമാർ ബാക്കിയായി, ഖുബൈബ് ഇബ്നു അദി, അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു ദസിന, അബ്ദുല്ലാഹ് ഇബ്നു താരിഖ് റളിയല്ലാഹു അൻഹു. ഇവർ 3 പേര് മാത്രം ബാക്കിയായി. ശത്രുക്കൾ പറഞ്ഞു, നമ്മളിത് 7 പേരെ കൊന്നിരിക്കുകയാണ്, നിങ്ങൾ നമ്മിലേക്ക് വരികയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുമായി വർത്തിക്കാം, നിങ്ങളെ വെറുതെ വിടാം, വധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ 3 സഹാബിമാരും താഴേക്കിറങ്ങാൻ തയ്യാറായി. ഇവർ 3 പേരും താഴേക്കിറങ്ങാൻ തയ്യാറായി. താഴേക്കിറങ്ങിയ ഉടൻ തന്നെ അവർ വഞ്ചന കാണിച്ചു. അതവരുടെ പൊതു സ്വഭാവമാണ്, അവർ വഞ്ചന കാണിക്കുകയുണ്ടായി. അങ്ങനെ 3 പേരെയും കെട്ടിയിടാൻ വേണ്ടി തീരുമാനിക്കുന്ന വേളയിൽ അബ്ദുല്ലാഹ് ഇബ്നു താരിഖ് റളിയല്ലാഹു അൻഹു അവരോട് ശക്തമായി പോരടിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നീടുള്ളത് 2 സഹാബിമാരാണ്, സെയ്ദ് ഇബ്നു ദസിനയും അതുപോലെ തന്നെ ഖുബൈബ് ഇബ്നു അദിയും റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ എന്തു ചെയ്തു? അവരെ കെട്ടിയിടുകയും പിന്നീട് മക്കയിലേക്ക് അവരെ കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചന്തയിൽ അവരെ വിൽക്കുകയും ചെയ്തു. പിന്നീടുള്ള 2 സഹാബിമാരെ ആ ചന്തയിൽ വിൽക്കുകയും ചെയ്തു. അതിൽ സെയ്ദ് ഇബ്നു ദസിനെ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി. പിന്നീടുള്ളത് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ആണ്.
അദ്ദേഹത്തെ ഹാരിസ് ഇബ്നു ഉമർ എന്ന് പറയുന്ന ഒരുത്തന്റെ കുടുംബം അദ്ദേഹത്തെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഹാരിസ് ഇബ്നു ഉമർ എന്ന് പറയുന്ന ഒരുത്തന്റെ കുടുംബം. എന്താണ് അതിനുള്ള കാരണം? ഖുബൈബ് അദി റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഹാരിസ് ഇബ്നു ഉമറിനെ വധിക്കുകയുണ്ടായി. അതിന്റെ പ്രതികാരം എന്നോണം അവനെ വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സഹാബിയായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അവന്റെ കാര്യം തീരുമാനമാക്കാം, അവരെ വധിച്ചു കളയാമെന്ന് ഇവർ തീരുമാനിക്കുകയുണ്ടായി. അവർ വലിയ വില കൊടുത്തുകൊണ്ട് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ വാങ്ങുകയും ചെയ്തു. ഇവർ വാങ്ങിയതാകട്ടെ പവിത്ര മാസത്തിലായിരുന്നു. പവിത്രമായ മാസത്തിൽ പൊതുവെ പണ്ട് മുതലേ മുശ്രിക്കീങ്ങളും ആ മാസത്തെ വളരെ പരിശുദ്ധിയോടുകൂടി കണ്ടിരുന്നു. ആ മാസത്തിൽ പൊതുവെ അവർ യുദ്ധങ്ങളിലോ അതുപോലെയുള്ള കാര്യങ്ങളിലോ ഏർപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം കഴിഞ്ഞാൽ നമുക്കവനെ വകവരുത്താമെന്ന് അവർ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ തടവിൽ പാർപ്പിക്കുകയും ഒരു പാറാവുകാരനെ നിശ്ചയിക്കുകയും ചെയ്തു. എന്നിട്ട് ആ പാറാവുകാരനോടായി പറഞ്ഞു, ഇതാ ഖുബൈബ് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പാടില്ല, നീ ശ്രദ്ധിച്ചുകൊള്ളണം, ഇവന്റെ വിഷയം നീ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊള്ളണമെന്ന് ഈ പാറാവുകാരനോട് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അദ്ദേഹത്തിനാവട്ടെ ഇവർ വേണ്ടതുപോലെ ഭക്ഷണം കൊടുത്തില്ല. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന് വേണ്ടതുപോലെ ഭക്ഷണം കൊടുത്തില്ല, അവരെ നല്ല രീതിയിൽ നോക്കിയില്ല, അദ്ദേഹത്തിനെ വളരെ നല്ല രീതിയിൽ നോക്കാത്ത ഒരവസ്ഥയുണ്ടായി. പക്ഷേ എന്തിരുന്നാലും അദ്ദേഹം ആ ജയിലറയിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം അത് ഭക്ഷിക്കുന്നതായി സൈനബ് ബിൻതുൽ ഹാരിസ്, അഥവാ ഈ ഹാരിസിന്റെ മകളായ സൈനബ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അഥവാ മക്കയിൽ ഒരു സ്ഥലത്ത് പോലും മുന്തിരി കായ്ക്കാത്ത ആ നേരത്ത് ഇതാ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു നല്ല മധുരമുള്ള മുന്തിരി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അവിടുന്ന് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബിയെ സഹായിച്ചതാണത്. അങ്ങനെ സഹോദരങ്ങളെ, അല്ലാഹു ഖുബൈബിന് ഭക്ഷണം നൽകി, അദ്ദേഹം ജയിലിൽ ജീവിതം കഴിച്ചുകൂട്ടി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ആ കുടുംബത്തോട് ഒരു കത്തിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു കത്തി എനിക്ക് തരണമെന്ന് ആ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വഖതലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖസ്സി ശാരിബി വതഖ്ലീമിൽ അബ്സാർ വഹൽഖിൽ ആനതി 40 യൗമ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നമ്മുടെ മീശ അത് വെട്ടി ചെറുതാക്കാനും അതുപോലെ തന്നെ നഖം വെട്ടാനും അതുപോലെ തന്നെ ഗുഹ്യഭാഗത്തുള്ള രോമങ്ങൾ അത് വടിച്ചു കളയാനും അത് ഇല്ലാതാക്കാനും 40 ദിവസം നമുക്ക് നിശ്ചയിച്ചു തന്നു. അത് ഉപേക്ഷിക്കാൻ വേണ്ടി ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ആ കുടുംബത്തോട് കത്തിക്ക് വേണ്ടി ചോദിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് സഹാബിമാർക്കുണ്ടായ ആ ഒരു സ്നേഹം നോക്കൂ. അദ്ദേഹം പ്രയാസഘട്ടത്തിലാണ്, പ്രതിസന്ധി ഘട്ടത്തിലാണ് എങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം അവർക്കത് ഉപേക്ഷിക്കുന്നതിൽ വളരെയധികം ഖേദമുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സഹാബിമാർ റളിയല്ലാഹു അൻഹും. അങ്ങനെ സഹോദരങ്ങളെ, ഇത് ചെയ്തതിന് ശേഷം അദ്ദേഹം ആ കത്തി അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ വെച്ചു. പിന്നീട് ഒരു ദിവസം ഈ കുടുംബത്തിലെ ഒരു കുട്ടിയെ കാണാനില്ല. ഈ കുടുംബത്തിലെ ചെറിയൊരു കുട്ടിയെ കാണാനില്ല. അന്വേഷിച്ചു നോക്കിയപ്പോൾ ആ കുട്ടി ഖുബൈബിന്റെ മടിയിൽ ഇരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ആ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സൈനബ് ബിൻതുൽ ഹാരിസ് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഖുബൈബ് ചോദിച്ചു, തഖ്ശീന അൻ അഖ്തുല, ഞാൻ ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നഅം, അതെ ഞാൻ ഭയപ്പെടുന്നുണ്ട്, കാരണം നിന്നെ നമ്മൾ കൊല്ലാൻ വേണ്ടി വെച്ചതാണ്, നീ എന്റെ കുട്ടിയെ കൊന്നുകളയുമെന്ന് എനിക്ക് പേടിയുണ്ട്, നിന്റെ കയ്യിലാകട്ടെ കത്തിയുമുണ്ട്. അവിടുന്ന് കൊടുത്ത മറുപടിയുണ്ട്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ദീൻ പഠിച്ച മാന്യനായ നീതിമാനായ സഹാബി അവിടുന്ന് കൊടുത്ത ഒരു മറുപടിയുണ്ട്. മാ കുൻതു ലഅഫ്അല ദാലിക്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്, യുദ്ധത്തിലാണെങ്കിൽ പോലും കൊച്ചുകുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും വെറുതെ വിടണമെന്ന്. ഇതാണ് ഇസ്ലാം. വല്ലാഹി ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാം. ഏതെങ്കിലും 2-3 ആളുകൾ കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ
അവരോട് നമുക്ക് പറയാനുള്ളത് യഥാർത്ഥ ഇസ്ലാം അതിന്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കുക, അതിന്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കുക. സഹോദരങ്ങളെ, എന്താണ് നമ്മളുമായി കരാറിലുള്ള കാഫിരീങ്ങൾ അല്ലെങ്കിൽ അവിശ്വാസികളെ കൊന്നാലുള്ള അവസ്ഥ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. ആരാണോ നമ്മളുമായി കരാറിലുള്ള ഒരു അവിശ്വാസിയെ കൊന്നുകളയുന്നത്, അവൻ സ്വർഗത്തിന്റെ പരിമളം അവന് ലഭിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ പരിമളം അവന് ലഭിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ഒരു മുഅ്മിനിനെ കൊന്നാൽ എന്നാണോ പറഞ്ഞത്? അല്ല, നമ്മളുമായി കരാറിലുള്ള ഒരു അവിശ്വാസിയെ കൊന്നുകഴിഞ്ഞാൽ അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയുകയാണ്, വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി 40 ആമാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ പരിമളം 40 വർഷം നമ്മൾ യാത്ര ചെയ്താൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും ദൂരം പരിമളം അടിച്ചു വീശുമെന്നാണ്. ആ പരിമളം ആരാണോ ഒരു കാഫിറിനെ, നമ്മുമായി കരാറിലുള്ള ഒരു അവിശ്വാസിയെ കൊന്നുകളയുന്നത്, അവന് ലഭിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങൾ, ഇതാണ് ഇസ്ലാം. വല്ലാഹി, മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നീതിയുള്ള ഒരു ദീൻ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വല്ലാഹി സുമ്മ തല്ലാഹ്, മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ, അതിന്റെ ഏടുകൾ ഉണങ്ങിപ്പോയിട്ടില്ല. ഇത് ഖുർആൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും നീതിമാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ നീതിയുള്ളതാണ് എന്ന്. സഹോദരങ്ങളെ, അങ്ങനെ ഹുബൈബിനെ വധിക്കാനുള്ള സമയമായി. ആ മാസം അവസാനിക്കുകയുണ്ടായി. ഹറമിന്റെ പരിസരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു. ഹറമിന്റെ പരിധിയിൽ നിന്ന് അവർ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പുറത്തേക്ക് വന്നു. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അവസാനമായി നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ ഹുബൈബെ, നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ആ ശത്രുക്കൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ദറൂനി അർകഉ റകഅതൈൻ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ സമയം തരണം. നോക്കൂ സഹോദരങ്ങളെ, അവസാനമായി ചോദിച്ചപ്പോൾ അവർക്കുള്ള ആഗ്രഹം ദുനിയാവ് വേണമെന്നാണോ, എനിക്ക് ഇന്ന സമ്പത്ത് വേണമെന്നാണോ പറഞ്ഞത്? എനിക്ക് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹം പറയുകയാണ്. അപ്പോൾ അങ്ങനെ പതിവിന് വിരുദ്ധമായി 2 റക്അത്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹം നിസ്കരിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഹുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് ഇതിന്. എന്താണത്? ലൗലാ തظنു അന്ന മാ ബി ജസ്ഉൻ ലതവൽതുഹാ, നിങ്ങൾ എങ്ങാനും വിചാരിച്ചു പോവില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ നിസ്കാരം കൂട്ടിയേനെ. എന്ത്? നിനക്ക് മരണം ഭയപ്പെട്ടത് കൊണ്ടാണ് നീ നിസ്കാരം വർദ്ധിപ്പിച്ചത്, അതിന്റെ സമയം നീ വർദ്ധിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുമില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിസ്കാരം അത് വർദ്ധിപ്പിച്ചേനെ എന്ന് പറയുകയാണ്. അദ്ദേഹം ദീർഘമായി നിന്ന് നിസ്കരിക്കുന്നയാളായിരുന്നു. പക്ഷേ ഇവരെങ്ങാനും വിചാരിച്ചു പോയാലോ, ഇതാ ഹുബൈബിന് മരണം ഭയമാണ് എന്നുള്ള ആ ഒരു പേടി ഇവനുണ്ട് എന്ന് അവർ വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ നിസ്കാരം അദ്ദേഹം അത് പൂർത്തീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ലസ്തു ഉബാലി ഹീന ഉഖ്തല മുസ്ലിമാ, ഇതാ എനിക്കൊരു പ്രയാസവുമില്ല, ഞാൻ മരിക്കുന്നത് മുസ്ലിമായിട്ടാണ് എങ്കിൽ എനിക്കൊരു പ്രയാസവും വരാനില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെക്കാൾ വിസ്തീർണമുള്ള സ്വർഗം ഒരുക്കി വെച്ചത് അത് മുഅ്മിനീങ്ങൾക്കാണ്. എന്ത് നഷ്ടപ്പെടാനാണ് സഹോദരങ്ങളെ ഉള്ളത്? ഇവിടെയുള്ള ഈ ജീവിതം അത് തീർന്നു പോകാനുള്ളതാണ്. എന്നാൽ സ്വർഗമാകട്ടെ അത് ശാശ്വതവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാലും ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് മരിക്കുന്നത്, എനിക്കിനി എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എന്നെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അതാ വധിക്കാൻ വേണ്ടി വാള് ഊരിക്കൊണ്ട് ശത്രുക്കൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ആ ശത്രുക്കൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അയ്യുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക്, അല്ലയോ ഹുബൈബ്, നീതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അത് പ്രാവർത്തികമാക്കിയതിന്റെ പേരിലാണ് നീ കൊല്ലപ്പെടാൻ പോകുന്നത്. മറ്റൊരു തെറ്റും നീ ചെയ്തിട്ടില്ല. അള്ളാഹുവാണ് ഏകനെന്നാണ് നീ പറഞ്ഞ തെറ്റ്. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കണമെന്ന് പറഞ്ഞതാണ് തെറ്റ്. അത് സ്വീകരിച്ചത് കൊണ്ടാണ് നീ മരിക്കാൻ പോകുന്നത്. നിന്റെ ഈ സ്ഥാനത്ത്
മുഹമ്മദാണ് ആകുന്നത് എങ്കിൽ നിനക്ക് തൃപ്തിപ്പെടുമോ, നിനക്ക് ഇഷ്ടമുണ്ടാകുമോ? അദ്ദേഹം കൊടുത്ത ഒരു മറുപടിയുണ്ട്. സഹോദരങ്ങളെ, വാളിന്റെ മുൾമുനയിലാണ് ആ സഹാബി ഉള്ളത്. അദ്ദേഹം കൊടുത്ത ഒരു മറുപടിയുണ്ട്. വല്ലാഹി മാ ഉഹിബ്ബു അൻ അകൂന ആമിനൻ ഫീ അഹ്ലി വവലദി വഅന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തശൂഖുഹു ഷൗക. ഇതാ ഞാൻ എന്റെ കുടുംബത്തിൽ നിർഭയനായി നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുള്ള് തറച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല, അതെനിക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, പല സഹാബിമാരും സ്വന്തം ജീവിതം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ത്യജിച്ചിട്ടുണ്ട്. ഉഹദിന്റെ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഒരമ്പിങ്ങനെ വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തറച്ചു എന്ന ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ അതാ ഒരു സഹാബിയുടെ നെഞ്ചത്താണ് അത് തറക്കുന്നത്. ഒരു സഹാബിയുടെ നെഞ്ചത്താണ് അത് തറക്കുന്നത്. എന്നിട്ട് ആ സഹാബി പറയുന്ന ഒരു വാക്കുണ്ട്, ദൂനക യാ റസൂലല്ലാഹ്, റസൂലേ അങ്ങേക്ക് വേണ്ടി എന്റെ ജീവിതം ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സഹാബിമാർ. സഹോദരങ്ങളെ, ഇനി നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് നോക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കുക. നമ്മളിതാ 25-30 വർഷമായി മുസ്ലിമായി ജീവിക്കുന്നു. എന്ത് പ്രയാസമാണ് ഈ ദീൻ നമ്മൾ പാലിച്ചതിന്റെ പേരിൽ നമ്മൾ ഏറ്റിട്ടുള്ളത്, നമ്മൾ സഹിച്ചിട്ടുള്ളത്. ഈ ദീൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന്റെ പേരിൽ നമുക്ക് എന്ത് പ്രയാസമാണ് ഈ സംസാരിക്കുന്നത് വരെ ഉണ്ടായിട്ടുള്ളത്. സഹോദരങ്ങളെ, ചിന്തിക്കുക, ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരാളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് അവർ പറയുന്ന വാക്ക് കേൾക്കുമെന്ന്. എവിടെ സഹോദര നിന്റെ മുഖത്ത് താടി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യമാണ്. നിങ്ങൾ താടിയെ വെറുതെ വിടണം, നിങ്ങൾ താടിയെ വെറുതെ വിടണം. ആരെയും കുറ്റപ്പെടുത്താനല്ല, വല്ലാഹി അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതാണ്. ചിന്തിക്കുക, നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നമ്മളെക്കാൾ നമ്മളെ സ്നേഹിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ അബ്ദുല്ലാഹ് നിന്റെ കൈപിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ സെയ്ദേ ഇതാ പറയുകയാണ് നീ താടി വളർത്തണമെന്ന്. നമ്മൾ തിരിഞ്ഞു കളയുമോ? ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു കളയുമോ? പിന്നെ എന്ത് സ്നേഹം വാദിച്ചിട്ട് എന്ത് കാര്യം? അതുപോലെ തന്നെ സഹോദരങ്ങളെ, 5 വക്ത് നിസ്കാരം എന്താണ് അതിന്റെ അവസ്ഥ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എല്ലാം നശിക്കാനുള്ളതാണ് നമ്മുടെ അമലുകൾ ഒഴികെ. അത് നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ അത് കാണും, അത് തിന്മയാണെങ്കിൽ അതും കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ വധിക്കാൻ പോകുന്ന വേളയിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹ്സിഹിം അദദ വഖ്തുൽഹും ബദദ വലാ തുബ്ഖി മിൻഹും അഹദ. അങ്ങനെ ഈ സഹാബി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണത്? അല്ലാഹുവേ, ഇവരുടെ എണ്ണം അല്ലാഹുവിനറിയാം. ഇതാ ഇവരുടെ എണ്ണം അല്ലാഹുവേ നിനക്കറിയാം. വഖ്തുൽഹും ബദദ, ഇവരെ നിങ്ങൾ ബാക്കി വെക്കാത്തോളം നിങ്ങൾ നശിപ്പിക്കണം. അതുപോലെ തന്നെ ഇവരിൽ ഒരാളെ പോലും ബാക്കി വെക്കരുത് എന്ന് ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുകയാണ്. റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നീട് ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൊല്ലപ്പെട്ടത് വളരെ മോശമായിട്ടാണ്. വളരെ മോശ അവസ്ഥയിലാണ് ആ കൊന്നുകളഞ്ഞ ആളുകൾ മരിച്ചത് എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സഹോദരങ്ങളെ, ഈ ഒരു വാർത്ത മക്കയിലെ മുശ്രിക്കുകൾ അവർ അറിയുകയാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ സന്തോഷിക്കുകയാണ്. എന്താണ് കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ സന്തോഷിക്കുകയാണ്. മാത്രമല്ല, ആസിം ഇബ്നു സാബിത്തിനോട് അവർക്ക് വളരെ അങ്ങേയറ്റത്തെ ദേഷ്യമായിരുന്നു. അങ്ങനെ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ചിലർ പറയുകയാണ്, ആസിമിന്റെ തല അറുത്ത് നമ്മുടെ അടുക്കിലേക്ക് വരണം. അഥവാ ആസിം മരിച്ച സ്ഥലത്ത് പോയി അദ്ദേഹത്തിന്റെ തല അത് വെട്ടിയെടുത്തുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരണമെന്ന് മുശ്രിക്കീങ്ങൾ പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ തല എടുക്കാൻ പോയപ്പോൾ അതാ അദ്ദേഹത്തിന്റെ മയ്യത്തിന് ചുറ്റും മുഴുവനായും തേനീച്ചയാണ്. അദ്ദേഹത്തിന്റെ ജനാസയുടെ ചുറ്റും മുഴുവനായും തേനീച്ചയാണ്. എന്താണ് കാരണം? അദ്ദേഹം ദുആ ചെയ്യാറുണ്ട് എന്നാണ്. എന്താണ്? അല്ലാഹുവേ, ഒരു മുശ്രിക്കിനും എന്റെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ഒരു സംരക്ഷണം ഏർപ്പെടുത്തി. സഹോദരങ്ങൾ, ഇതൊരിക്കലും കെട്ടുകഥയല്ല.
ഇതൊരിക്കലും കെട്ടുകഥയല്ല, ഇത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. വല്ലാഹി ഇത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. എന്താണ് സഹോദരങ്ങളെ ഇതിനുള്ള നമുക്കുള്ള കാരണം? അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. വല്ലാഹി അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കേട്ട് നമുക്ക് ഊർജം കൊള്ളാനുള്ളതല്ല, മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം. എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊണ്ട് അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, ഇഖ്ലാസോടുകൂടി ഈ ദീൻ പ്രചരിപ്പിക്കുക. റബ്ബ് നമ്മളെ സഹായിക്കും. വല്ലാഹി ഇഖ്ലാസോടുകൂടി നമ്മുടെ ദീൻ, അള്ളാഹുവിന്റെ ഈ ദീൻ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ റബ്ബ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ചരിത്രത്തിൽ നമുക്കുള്ള ഗുണപാഠം എന്തെന്നാൽ, ഒന്നാമതായി പ്രയാസ ഘട്ടം വരുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കറാമത്ത് നൽകുമെന്നാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജയിലിലായിരിക്കെ മക്കയിൽ മുന്തിരി ഇല്ലാത്ത ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് മുന്തിരി നൽകുകയാണ്. അതുപോലെ തന്നെ ആസിബ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംഭവം, അദ്ദേഹത്തെ തേനീച്ച വളഞ്ഞതും മറ്റുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാൻ സാധിക്കാതെ വന്നതും കറാമത്താണ്. അഹ്ലുസുന്ന വൽ ജമാഅ കറാമത്തിൽ വിശ്വാസമുള്ള ആളുകളാണ്. അഥവാ മുഅ്മിനീങ്ങൾക്ക് കറാമത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്നാൽ എന്താണ് ഒരാൾക്ക് കറാമത്ത് സംഭവിക്കാനുള്ള മാനദണ്ഡം? അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ചില വലിയകളെ പോലെ നിസ്കരിക്കാത്ത ആളുകളാകാൻ പാടില്ല, നോമ്പ് നോൽക്കാത്ത ആളുകളാകാൻ പാടില്ല, നോമ്പെടുത്ത ആളുകളെ നോമ്പ് മുറിപ്പിക്കുന്നയാളാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളിൽ വല്ല സംഭവവും സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ശൈത്താനിയത്താണ്, കറാമത്തല്ല. അത് ശൈത്താനിയത്താണ്. മറിച്ച് സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇതുപോലുള്ള കറാമത്തുകൾ സംഭവിച്ചതായി കാണാം. പക്ഷെ അതൊന്നും തന്നെ അവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല, അവരെ ഇലാഹാക്കാനുള്ള തെളിവല്ല. അവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യമാണ് ആരാധനക്ക് അർഹനായ റബ്ബല്ലാതെ, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. എല്ലാ സഹോദരങ്ങളെ, മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞ വാക്ക് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിലാകട്ടെ ധാരാളം ഇലാഹുകളുണ്ട്, എന്നിട്ട് നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ലാഹ്, അദ്ദേഹം നല്ല സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതായി കാണാം. പക്ഷേ അദ്ദേഹം നല്ല സാലിഹായ മനുഷ്യനായിരുന്നു. ഇങ്ങനെയാണ് സഹോദരങ്ങളെ കറാമത്ത് നടക്കാനുള്ള മാനദണ്ഡം. അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നയാൾ, അവർ അള്ളാഹുവിനെ എത്ര കണ്ട് സൂക്ഷിക്കുന്നുവോ അത്ര കണ്ട് അവർക്ക് കറാമത്തുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. استغفر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.